അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ യൂട്യൂബിൽ ഫ്രീ ഫയറിൻ്റെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ട്രിക്കാണ് പോയി നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ ഗെയിം ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ഗെയിമൊക്കെ ലോഡായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ട്രെയിനിങ് ഗ്രൗണ്ട് എടുത്തിട്ട് സ്റ്റാർട്ട് വെക്കുക. അപ്പം നമ്മൾ നേരെ പോയിട്ട് പൊട്ടാസ് എടുക്കുക. നമ്മളെ കയ്യിലത്തെ M4 വേണ്ട. അപ്പോൾ ഇതിങ്ങനെയല്ലേ, നമ്മൾ നേരെ ഇതിൽ പോവുക, ഏറ്റവും അവസാനത്തെ കൊടുക്കുക. അപ്പോൾ ഇത് വർക്കൗട്ടാണ് ഗായ്സ്. ഇത് ഇങ്ങനെ നെക്കി ഇങ്ങനെ തൊടുക. M500 കൊണ്ട് ഇങ്ങനെ തൊടണ മാതിരി ഇങ്ങനെ തൊട്ടാൽ മതി. അൺലിമിറ്റഡ് ബുള്ളറ്റ്. അപ്പോൾ ഗൈസ് ഇത് വർക്കൗട്ടാണ്. ഇത് ചെയ്യുക എങ്ങനെയാണെന്ന് ഞാൻ ഒന്നും കൂടി കാട്ടിത്തരാം. ഇപ്പോൾ കണ്ടോ, ഓരോ ഉണ്ടെങ്കിൽ ഇങ്ങനെ റീലോഡ് ആവുക. ഇനി ഞാനിത് ഇതുകൊണ്ട് എങ്ങനെ വൺ ടേപ്പ് അടിക്കാമെന്നും കൂടി പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ നേരെ ഈ സ്ഥലത്ത് പോയിട്ട് ഈ ഇത് പോവുക. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഏറ്റവും ലാസ്റ്റത്തെ നമ്മൾ നെക്കിയിട്ട് ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ ഉണ്ടോ അൺലിമിറ്റഡ് എങ്ങനെ ചെയ്യണേ, തൊട്ടും കൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഇനി നമുക്കിത് നേരെ മറ്റെടുത്ത് പോയി ചെയ്യാൻ പറ്റുമോ നോക്കാം. പറ്റില്ല കാഴ്ച. അപ്പം അത് പോകുന്നു. അപ്പോൾ നമുക്ക് പോയിട്ട് ഒരു 10-15 കില്ലെടുത്തിട്ട് വരാം ഇതും കൊണ്ട് ഓണ്ടി. അപ്പം നമ്മൾ ചത്തിട്ടുണ്ട്. ഒരു കില്ലെടുത്തിട്ടുണ്ട്. ഈ കണ്ണും കൊണ്ട് അത്യാവശ്യം ലോങ്ങൊക്കെ പോകും. നമ്മളെ സ്നൈപ്പർ അടിച്ചിട്ടുണ്ട്. നമ്മൾ അടുത്ത ഈ റൗണ്ട് പോലെ അടിച്ചിട്ടിട്ടേ ചാവുള്ളൂ ഗായ്സ്. നമ്മൾ അതേ ബണ്ടിലിട്ടിട്ട് ചെക്ക വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു കണ്ണെടുത്താൽ ഇനി നമ്മളെ കളി തുടങ്ങാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഇതൊക്കെ ഫേക്ക് ഡാമേജ്. നമ്മൾ വൺ ടേപ്പ് എടുത്താൽ കയറൂല, ഒരു വൺ ടേപ്പ് അടിച്ചാൽ കയറും. അപ്പോൾ ഗൈസ് നമ്മൾ ചത്തിട്ടുണ്ട്. അപ്പോൾ
നമുക്ക് നേരെ CS പോവാം. നമ്മളെ മൈക്ക് മ്യൂട്ട് ആയതുകൊണ്ട് നമ്മളെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ 2 ദിവസമായിട്ട് ഫ്രണ്ട്സിൻ്റെ അടുത്ത് കളിക്കാറൊന്നുമില്ല. നമ്മളിപ്പോൾ സോളോ ആയിട്ടാണ് കളിക്കാറ്. ഇപ്പം ഞാൻ ഫസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഗിൽഡത്തെ ടീം VMK പറഞ്ഞ ഗിൽഡ്. അപ്പം ഞാൻ ആ ഗിൽഡത്തെ ലീഡറും ഞാനൊക്കെ പ്രശ്നമായിട്ട് ഞാൻ ആ ഗിൽഡിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വെറുതെ നമ്മളെ ഫ്രണ്ട്സിനെ വിളിച്ച് കൊടുക്കാം, നമ്മൾ എടുക്കുമെന്ന് അറിയില്ല. ഗൈസ് ആരും വരുന്നില്ല. ഇപ്പം CSPക്ക് എനിക്ക് ഓപ്പണല്ല, എന്താ കാരണം എന്നറിയില്ല. അവിടെ സാധത് കളിച്ചിട്ട് വരാം. 5 പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ലൈറ്റ് അടിക്കും. ഇനി അടുത്ത വീഡിയോയിൽ എന്തായാലും ലൈറ്റ് അടിക്കുന്ന വീഡിയോ ഉണ്ടാകും. അപ്പോൾ ഞാൻ ഈ കളിച്ച് 8 സ്റ്റാർ ഉണ്ടായിരുന്നുള്ളൂ, 9 സ്റ്റാർ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത്ര സ്റ്റാർ ഇന്നാണ് ആക്കിയത്. ഞാൻ ഈ ഹിസ്റ്ററിയിൽ പോയിട്ട് കാട്ടിത്തരാം ഗൈസ്. ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ അറിയില്ലെങ്കിൽ ഞാൻ എൻ്റെ ചാനൽ കാട്ടിത്തരാം. ആകെ 11 സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. നിങ്ങൾക്കൊന്നുമില്ല സബ്സ്ക്രൈബ് ചെയ്താൽ പോവാൻ. എനിക്ക് വലിയൊരു ഉപകാരമാകും അത്. നമ്മളൊക്കെ ഒപ്പം ഒരു ബ്ലാക്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ്ബന്മാർ ഹാക്കറാന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ടീമേറ്റിനെ അപ്പം നിൽക്കാം, അപ്പം അടിക്ക് കൊള്ളൂല. അപ്പോൾ ടീമേറ്റിൻ്റെ അപ്പം നിന്നേ കൊണ്ട് ഒരു ഉപയോഗം ഉണ്ടായി, നമ്മൾ തന്നെ പൊങ്ങി. അപ്പോൾ റൗണ്ട് എടുത്തതുണ്ട്. ഈ കളി ബൂയി അടിക്കണം ഗൈസ്. ഈ കളി എന്തായാലും ബൂയി അടിക്കും, കുത്തി പിടിച്ചതാണെങ്കിലും ബൂയി അടിക്കും. ഞാൻ കളിക്കണ കളിയിൽ നേരത്തെ കളി അതിന് പിറ്റത്തെ കളി ഞാൻ വീഡിയോ റെക്കോർഡാക്കിയിരുന്നു. അപ്പോൾ 2 കളി ഹാക്കർ വന്ന് തോപ്പിച്ചിട്ട് പോയി. അതുകൊണ്ട് ഞാൻ ആ കളിയാണ് നിർത്തി. ഇപ്പം മെയിനാ ഈ 1 നമ്പർ മെയിനാവുക. ഞാൻ നോക്കായി നമുക്ക് ഇമോട്ട് ഇട്ട് വെപ്പിക്കാം, ഓൻ്റെ കസാലി ഇമോട്ട്. അപ്പോൾ ഗൈസ് ഓൻ എങ്ങനെയുണ്ട് അടിച്ചിട്ടുണ്ട്. ബായികളൊന്നും പൊക്കണില്ല. കളി പോയിട്ടുണ്ട് ഗൈസ്, കളി പോയിട്ടില്ല ഗൈസ്. ഇനിയിപ്പം പൊക്കണെങ്കിൽ കളി കിട്ടും. ഈ ഏഞ്ചലിക് പാൻറ് നമ്മളെടുത്തിട്ടുണ്ട്. ഞാൻ അടുത്ത കളി ഫീമെയിൽ ക്യാരക്ടറിൻ്റെ ഏഞ്ചലിക് പാൻറ് മാത്രമേ നമ്മളെടുത്തില്ലേ. ഇനി വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണവർക്ക് സബ്സ്ക്രൈബ് ചെയ്യണ അപ്പം തന്നെ ഞാൻ റെഡിയും കോഡ് അയച്ചു കൊടുക്കുന്നതാണ് 100-ൻ്റെ. പിന്നെ ഞാൻ എല്ലാ ബൂയ പാസും എടുത്തു കൊടുക്കുന്നതാണ് എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യണവർക്ക്. എല്ലാ ബൂയ പാസും റെഡി ഡയമണ്ട് അയച്ചു കൊടുക്കും. ഇത് ഞാൻ വെറുതെ കളിക്കുന്ന അക്കൗണ്ട്. എൻ്റെ ഫസ്റ്റ് അക്കൗണ്ടിലാണ് ഡയമണ്ട്. അതിലിപ്പോൾ വേറൊരുത്തൻ കളിക്കുക, എൻ്റെ ഏട്ടന്. അപ്പോൾ ഓനിഞ്ഞി നിർത്തുകയാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് അതിനത്തെ ഡയമണ്ട് കൊണ്ട് അയച്ചു തരാം. അപ്പം നമ്മൾ സ്പാസ് വെച്ചിട്ട് തന്നെ അടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇൻ്റെ അടിച്ചിട്ട് എനിമി ഇത് കൂടെ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ എല്ലാവരും അടിച്ചിട്ടുണ്ട്. ഇനി ഒരൊറ്റ എനിമി, അതായത് ഏഞ്ചലിക് എനിമിയാണ്. അപ്പോൾ എനിമീൻ്റെ നമ്മളെ ടീംമേറ്റിൻ്റെ അടിച്ചിട്ടുണ്ട് എനിമി.
അപ്പോൾ ടീമേറ്റ് ബാക്കിൽ കൂടെ പോയി മാഗസ് അടിച്ചിട്ടുണ്ട്. AWM ചോദിച്ചാൽ കാര്യങ്ങൾ എടുത്ത് തരുമോ നോക്കാം. നിങ്ങൾക്ക് ഈ ഫ്രീ ഫയർ ചിതോരിയാണോ ഇഷ്ടം, റാസിംഗറാണോ ഇഷ്ടം എന്ന് പറയുക. ഞാൻ സ്നൈപ്പർ പ്ലെയറാണ് കാര്യം. സ്നൈപ്പറിലധികം ഉണ്ടായിരിക്കും പൊട്ടിക്കാൻ വയ്ക്കുക. നമുക്ക് ഇവിടെ ടീമിന് സപ്പോർട്ടും കൊടുത്തിട്ട് ചിതോരി ഇട്ടിട്ട് ഇവിടെ വന്നിട്ട് അവിടെ എത്തപ്പൊക്കെ നമ്മൾ അടിച്ചു. നമ്മള് റിവൈവിങ്ങിന്റെ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ആരെങ്കിലും വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്മളെടുത്തിട്ടുണ്ട്. കളി എന്തായാലും പോയി അടിക്കും. ഇപ്പം എൻ്റെ അടുത്ത് ബ്ലാക്ക് ഷെയ്ഡ് സോൾ ബണ്ടിലൊക്കെ ഉണ്ട്. അപ്പം നമുക്കിപ്പോൾ എനിക്ക് വേണ്ടി റിക്വസ്റ്റ് ഇട്ടെടുക്കാം. നിങ്ങൾക്ക് എൻ്റെ അപ്പം റാങ്ക് പുഷ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ അക്കൗണ്ടിലേക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് ഇടാം. ഞാൻ എല്ലാവരും ഫ്രണ്ട് ആക്കുന്നതാണ്. ഒരാളെ പോലും അയക്കില്ല. കമൻറ്റ് ഇട്ടാലും ഞാൻ ചോദിക്കും. ജാടൊന്നുമില്ല ഗൈസ്. നമ്മൾ ആരും ഇട്ടാലും കയറ്റും. ബംഗാളി നമ്മുടെ ടീമേറ്റ് ഇവിടെ ട്രിപ്പിൾ കില്ല് എടുത്തിട്ടുണ്ട്. ഒരു കില്ലും കൂടി എടുത്ത ടീമേറ്റിൻ്റെ ഏസാണ്. എനിമി ടീമേറ്റിനെ അടിച്ചിടോ, ടീമേറ്റ് എനിമീൻ്റെ അടിച്ചിട്ട് ഏസ് എടുക്കുമെന്ന് നമുക്ക് നോക്കാം. സോൺ ഷിഫ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ എനിമി അപ്പോൾ ഏസ് അടിച്ചിട്ടുണ്ട്. ഒരു റൗണ്ടും കൂടി കിട്ടുകയാണെങ്കിൽ നമ്മൾ ബൂയ അടിക്കും ഗൈസ്. ബൂയ നമ്മളെല്ലാ സീസണിലും എന്താ ഈ ഹീറോയ്ക്ക് അടിക്കുന്നതാണ്. ഇപ്പോൾ 2 മാസമായിട്ട് ഞാൻ കളി നിർത്തിയത് കൊണ്ട് 2 മാസത്തെ ഹീറോയ്ക്ക് അടിച്ചിട്ടില്ല. നമുക്ക് ഡബ്ല്യു സ്വിച്ച് ചെയ്ത് കളിക്കുക. ഇങ്ങനെ പറയാം, ഫസ്റ്റ് വെടി വെക്കുക, പിന്നെ അങ്ങനെ ഈ സ്വിച്ച് നോക്കി മാറ്റുക, പിന്നെ സ്കോപ്പ് ചെയ്യുക. ഒരു നോക്ക് ഇട്ടിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടീമേറ്റിൻ്റെ അടുത്ത് എനിമി ആട്ടുന്നുണ്ട്. Take down. Thanks. അപ്പോൾ ടീമേറ്റിൻ്റെ റിവൈവ് ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ എനിമി ആ എനിമിയുടെ നമ്മളെ ടീമിലേക്ക് ഹീറോയ്ക്ക് അടിക്കാൻ വെറും 4 പൂയ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി ബാക്കി വീഡിയോ ആയിട്ട് നാളെ വരാം.